കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, ശ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ച വരുന്നു. ആ ഒന്നാമത്തെ ഞായറാഴ്ച പല വേദഭാഗങ്ങൾ വായിക്കാനുണ്ട്. അതിലൊരു വേദഭാഗം നമ്മൾ ഇന്ന് വായിച്ച് അടുത്ത ഞായറാഴ്ചത്തെ ആരാധന ആത്മാവിലും സത്യത്തിലും ആക്കണം. അത് പുത്തൻ കുർബാനയായിട്ട് നമുക്ക് തോന്നുകയും വേണം. എല്ലാ ദിവസത്തെയും ആരാധനയും ജീവിതവും പുത്തനാക്കാൻ സാധിക്കും എന്നൊരു വചനമുണ്ട്. അത് ഏത് വചനമാണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാ ദിവസവും പുതിയ കൃപയുണ്ട്, പുതിയ കരുണയുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ പുത്തനാക്കി തീർക്കുമെന്നാണ്. വിലാപങ്ങൾ 3-ാം അധ്യായത്തിന്റെ 22-21 വാക്യങ്ങളിൽ യിരെമ്യാവിന്റെ ഒരു പ്രവചനമാണ്. അത് നമുക്ക് ആസ്വദിച്ചിട്ടുണ്ടോ? നമ്മുടെ ദിവസങ്ങൾ പഴയതായിട്ട് തോന്നുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. എന്നും ഒരുപോലെ ഒരു പ്രഭാതം, എന്നും ഒരുപോലെ ഒരു ആഹാരം കഴിപ്പ്, ഒരു ജീവിതം, ഇതെന്നാ ജീവിതമാണ് എന്നൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ യിരെമ്യാവ് പറയുന്നത് നാൾതോറുമുള്ള പുത്തൻ കൃപ കൊണ്ട് ദിവസത്തെ പുത്തനാക്കാൻ സാധിക്കും. എത്ര പ്രായം ചെന്നാലും എത്ര ആവർത്തനം ഉണ്ടെങ്കിലും പുത്തനായിട്ട് നമുക്ക് തോന്നും. പലരും പല കാര്യങ്ങൾ ആവർത്തിക്കുന്നത് കാണുമ്പോൾ മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. നമ്മുടെ കുർബാന തന്നെ എന്നും ഒരച്ഛൻ, ഒരു പള്ളി, ഒരു കുർബാനക്രമം, ഒരു പാട്ട്, ഒരു പ്രാർത്ഥന, മടുത്തു പോകും ഇല്ലേ? അങ്ങനെ പലരും മടുത്തിട്ടുണ്ട്. മടുക്കാതിരിക്കണം എന്നാ ചെയ്യണം? പുത്തൻ കൃപ ഉണ്ടായിരിക്കണം. ഒരച്ഛൻ്റെ മകൻ ഒരിക്കൽ പറഞ്ഞതാ, അച്ഛനോട് തന്നെ പറഞ്ഞു, അച്ഛോ ഇതെന്നാ കുർബാന, എന്നും ഒരു യജമാനം വരുമെന്നൊരു പാട്ട്, ഒരു അൻപടിയോനെ പാട്ട്, എന്നും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു ആശംസ. ഒരു വ്യത്യാസവും കാണുന്നില്ല, ഞങ്ങൾ വേറെ ഒരിടത്തും പോകാൻ പോകും. അച്ഛൻ്റെ മോനാൻ തന്നെയാ പറഞ്ഞത്. അപ്പൊ ആ സ്വന്തം അപ്പനാണ് കുർബാന ചെല്ലുന്നെങ്കിലും മക്കൾക്ക് അതിനകത്തൊരു പുതുമയും എന്നും ഒരു പ്രാർത്ഥന, എന്നും ഒരു കുർബാന. അപ്പൊ എല്ലാ കുർബാനയും എല്ലാ പരിപാടിയും പുത്തനായാൽ നമുക്കതിനകത്ത് വീണ്ടും വീണ്ടും വരണമെന്ന് മടുത്തു പോവുക. കുർബാനയുടെ കുഴപ്പമല്ല കേട്ടോ, കുർബാനയുടെ കുഴപ്പമല്ല, കുർബാന ക്രമത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പം കൊണ്ടാണ് മടുത്തതായിട്ട് തോന്നുന്നത്. അപ്പൊ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പുത്തൻ കൃപയോടുകൂടെ എല്ലാ ദിവസവും പുത്തനായിട്ട് നമുക്ക് സന്തോഷത്തോടെ ചെയ്യണമെങ്കിൽ നാൾതോറും കിട്ടുന്ന പുതിയ കൃപയുണ്ട്. ആ നാൾതോറും കിട്ടുന്ന കൃപ എങ്ങനെ നമുക്ക് പുതുക്കി പുതുക്കി വാങ്ങിക്കാൻ സാധിക്കും? വിലാപങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രവാസികളായി അടിമകളായി പരദേശത്ത് കഴിഞ്ഞിരുന്ന ഇസ്രായേൽക്കാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി യിരെമ്യാവിൽ കൂടെ ദൈവം കൊടുത്ത ഒരു സന്ദേശമാണ്. ബന്ധനം കൊണ്ടും ദണ്ഡനം കൊണ്ടും പരദേശവാസം കൊണ്ടും അടിമത്തം കൊണ്ടും ഒക്കെയും മടുത്തുപോയവരോട് പറയുകയാണ്, ദൈവത്തിന്റെ നാൾതോറുമുള്ള പുതിയ കൃപകൾ വാങ്ങിച്ചാൽ നമുക്ക് ഏതനുഭവത്തെയും സന്തോഷത്തോടെ പുതുമയോടെ നേരിടാൻ സാധിക്കും എന്നാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തതയെ നന്ദിപൂർവ്വം സ്മരിക്കുമ്പോൾ കർത്താവ് നമുക്ക് പുതിയ കൃപ തരുമെന്നാണ് പറയുന്നത്. വിലാപങ്ങൾ 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അവ രാവിലെ തോറും പുതിയതാകുന്നു, നിന്റെ വിശ്വസ്തത വലുതാകുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന ആ വാക്യം ഒന്നും ഏറ്റുമില്ല. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, ആ കരുണ രാവിലെ തോറും പുതുതാകുന്നു, നിന്റെ വിശ്വസ്തത വലുതാകുന്നു. 24-ാമത്തെ വാക്യത്തിൽ അപ്പോൾ പുതിയ കൃപ, പുതിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു പോകും, യഹോവ എന്റെ ഓഹരിയാണ് എന്നെന്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. അങ്ങനെ എന്നും യഹോവ എന്റെ ഓഹരിയാണ്, അവൻ എനിക്ക് പുത്തൻ കൃപ തന്നുകൊണ്ടിരിക്കും, അവനെന്നെ കൈവിടുകയില്ല എന്ന് നമ്മുടെ ഉള്ളം നമ്മളോട് പറയണം. നീ ഒന്നും പേടിക്കണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. അപ്പൊ നമുക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളിലും വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും ഉണ്ടായാൽ, ദൈവസ്നേഹം വർദ്ധിച്ചാൽ, നമ്മൾ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുകയാണെങ്കിൽ എല്ലാ ദിവസങ്ങളെയും എല്ലാ അനുഭവങ്ങളെയും പുതുമയോടെ നേരിടാൻ സാധിക്കും.
അത് പുത്തൻ കൃപ ആയിട്ട് മാറി. കൃപ വർദ്ധിച്ച് വർദ്ധിച്ച് നമുക്ക് യേശു കുഞ്ഞിനെ തന്നെ വളർത്താൻ സാധിക്കും. പരിശുദ്ധ കന്യമറിയാമാണ് കൃപായുഗത്തിൽ ആദ്യമായി വർദ്ധിക്കുന്ന കൃപയിൽ ദൈവസ്നേഹത്തിൽ വചനത്തെ ദൈവപുത്രനാക്കി തന്റെ മാംസവും രക്തവും കൊടുത്ത് വളർത്തി രക്ഷകനായി നമുക്ക് സംഭാവന ചെയ്തു. അപ്പൊ കന്യമറിയാമൻ എല്ലാ ദിവസവും പുത്തനായിരുന്നു. പുത്തൻ കൃപയോടെ യേശു കുഞ്ഞിനെ ഏറ്റുവാങ്ങി വളർത്തി മനുഷ്യാദിക്ക് മുഴുവൻ വേണ്ടി കുരിശിന് ചോട്ടിക്കൊണ്ട് കൊടുത്തു. പാവപ്പാമ്പ് തലയാദിക്കുന്ന കണ്ടു. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു. സ്വർഗാരോഹണം ചെയ്ത് യേശു സ്വർഗത്തിൽ പോയി. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവുന്ന കാര്യസ്ഥനെ 120 പേർക്ക് കൊടുക്കുന്ന കണ്ടു. അങ്ങനെ എല്ലാ ദിവസവും അനാഥരല്ല എന്നുള്ള ബോധത്തിൽ പ്രത്യാശയുടെ പുത്തൻ കൃപയിൽ സഭയുടെ 1-ാം നൂറ്റാണ്ടിലെ ആദിമ സഭയിലെ പിതാക്കന്മാർ സന്തോഷിച്ചെങ്കിൽ നമുക്കും അനുഭവം പുത്തൻ കൃപയോടെ ആസ്വദിക്കാൻ സാധിക്കും. ശ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള ഈ കാലയളവിൽ നമുക്ക് ആ അനുഭവം എങ്ങനെ സ്വന്തമാക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ കുർബാന പുത്തൻ കുർബാനയായിരുന്നു. അത് 7 മണിക്ക് തുടങ്ങി 8:30 തീർന്നു. 19 പേര് വന്ന് സന്തോഷിച്ചു പോയി. അവർക്കത് പുത്തൻ കുർബാനയായിരുന്നു. ഇനിയും വരുമെന്ന് പറഞ്ഞേച്ചു പോയായിരുന്നു. അപ്പൊ നമ്മളിത് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് മുമ്പായിട്ട് വീണ്ടും ധ്യാനിക്കാൻ കൂടിയിരിക്കുക. ഈ മധ്യാഹ്നം നമുക്ക് പുത്തനാക്കണം. പുത്തൻ കൃപയോടെ ഇതിനെ നമുക്ക് സന്തോഷകരമാക്കാൻ കർത്താവിന്റെ വിശ്വസ്തത വലുതാണെന്നുള്ള ബോധത്തോടെ നമുക്ക് പ്രത്യാശയോടെ ദൈവത്തിൽ കാത്തിരിക്കാം. എങ്ങനെയാണ് സഭാപിതാക്കന്മാർ ഓരോ ദിവസത്തെയും കുരിശിന്റെ അനുഭവങ്ങൾ ഉയർപ്പിന്റെ അനുഭവമാക്കിയത്? കർത്താവിന്റെ കുരിശിനെ ഓർക്കുവാനും കുരിശിനെ ധ്യാനിക്കാനും സഭാ കലണ്ടറിൽ 3 വിശേഷ ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്. വലിയ നോമ്പിന്റെ മധ്യത്തിൽ 25 ദിവസമാകുമ്പോൾ നടുനോയമ്പിൽ പള്ളിയുടെ നടുവിലായി ഒരു കുരിശ് ഉയർത്തിയിട്ട് യേശുക്രിസ്തുവിനെ കുരിശിച്ചതായ ആ കുരിശ് പഴയ നിയമത്തിലേ തന്നെ പ്രവചിച്ചിരുന്ന ഒരു കാര്യമാണെന്ന് അറിയിപ്പാൻ തക്കവണ്ണം പഴയ നിയമകാലത്തിൽ പിറുവിറുപ്പ് കൊണ്ട് ദൈവത്തിന്റെ കോപം ഏറ്റുവാങ്ങി മരിച്ചുപോയവരെ രക്ഷിക്കാൻ വേണ്ടി പാമ്പപ്പാമ്പിന്റെ കടിയേറ്റ് മരിച്ചുകൊണ്ടിരുന്നവർക്ക് നോക്കാൻ വേണ്ടി പിച്ചള സർപ്പത്തെ ഉയർത്തിയതിന്റെ ഓർമ്മയ്ക്കായി പഴയ നിയമത്തിലെ പിച്ചള സർപ്പത്തിന്റെ പ്രതീകമായി കുരിശിനെ ഉയർത്തി കാണിക്കാറുണ്ട്. അപ്പോൾ കർത്താവിന്റെ കുരിശിന്റെ പഴയ നിയമത്തിലെ ആ കാര്യങ്ങൾ ഓർക്കുവാൻ വലിയ നോമ്പിന്റെ മധ്യത്തിൽ കുരിശിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു. കഷ്ടാനുഭവാഴ്ചയിൽ ദുഃഖവെള്ളിയാഴ്ച, വലിയ വെള്ളിയാഴ്ച, നല്ല വെള്ളിയാഴ്ച കർത്താവിന്റെ കുരിശിന് ചോട്ടിപ്പോയി നിന്ന് കർത്താവിന്റെ കുരിശിന് ചോട്ടിൽ നിന്ന് മാതാവിന്റെയും മഗ്ദല മറിയത്തിന്റെയും യോഹന്നാന്റെയും ഒക്കെ കൂടെ നമ്മൾ നിന്ന് യേശുവിന്റെ കാൽവറി ക്രൂശിന്റെ കാൽവറി യാഗത്തിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണമുള്ള ദുഃഖവെള്ളിയാഴ്ചത്തെ കുരിശിനെ കുറിച്ചുള്ള നമ്മുടെ ധ്യാനം. അത് കഴിഞ്ഞ് സഭാചരിത്രത്തിൽ യേശുവിന്റെ സ്വർഗാരോഹണവും കഴിഞ്ഞതിന് ശേഷം ആ കുരിശ് മണ്ണിനടിയിൽ മറവ് ചെയ്തിരുന്നതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി കൊസ്തന്തീനോസ് രാജാവ് വലിയ ശ്രമങ്ങളൊക്കെ നടത്തി ആ കുരിശിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം മണ്ണിനടിയിൽ കിടന്ന ആ കുരിശ് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമാണെന്ന് കണ്ടെത്തി. അങ്ങനെയൊരു ചരിത്ര സംഭവം ഉണ്ടായി. യേശുവിന്റെ രക്തത്തിൽ കുതിർന്നതായ ആ തടിക്കുരിശ് ജീവനുള്ളതായി തീർന്നു എന്നാ പറയും. ആ തടിക്കുരിശയിൽ മരിച്ച ഒരു ശവശരീരം തൊടുവിച്ചപ്പോൾ അത് ഉയർത്തെഴുന്നേറ്റു എന്നാ പറയും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തടിക്കുരിശ് രക്തത്തിൽ കുതിർന്ന ആ കുരിശ് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതാണെന്ന് രാജാവ് കണ്ടെത്തി. ആ കുരിശടയാളത്തിന് ശത്രുക്കളെ തോൽപ്പിക്കുവാനുള്ള നന്മയാ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ ജയം നൽകാൻ കഴിവുണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെയാണ് സഭയിൽ ശ്ലീബാ പെരുന്നാളുണ്ടായത്. അതൊരു സെപ്റ്റംബർ മാസം 14-ാം തീയതിയായിരുന്നു. അങ്ങനെ 3 പെരുന്നാളുകൾ കുരിശിനോട് ബന്ധപ്പെട്ട് നമുക്കുണ്ട്. പാതി നോയമ്പിലെ കുരിശിന്റെ പെരുന്നാള്, ദുഃഖവെള്ളിയാഴ്ചത്തെ കുരിശിന്റെ പെരുന്നാള്, കൊസ്തന്തീനോസ് രാജാവിന്റെ ഹേലനീ രാജ്ഞിയുടെയും കാലത്തുണ്ടായിരുന്ന കുരിശ് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമാണെന്നുള്ള കണ്ടെത്തലിന്റെ ചരിത്രത്തിന്റെ ആ സെപ്റ്റംബർ 14 ആ പെരുന്നാൾ.
ആ മൂന്നാമത്തെ പെരുന്നാളാണ് കഴിഞ്ഞ സെപ്റ്റംബർ 14 നടന്നത്. ഇനിയുള്ള 7 ആഴ്ചകൾ നമ്മൾ കുരിശിന്റെ പല വശങ്ങളെക്കുറിച്ച് പഠിക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. കുരിശിന് പല വശങ്ങളുണ്ട്. കുരിശിന്റെ പുറകുവശമാണ് വലിയ നോമ്പിന്റെ മധ്യത്തിൽ നമ്മൾ കാണുന്നത്. പുറകോട്ട് തിരിഞ്ഞ് പഴയ നിയമത്തിലുള്ളവർ കുരിശിന്റെ അനുഗ്രഹങ്ങൾ അഡ്വാൻസായിട്ട് മുൻകൂറായിട്ട് അനുഭവിച്ചു. ആ പിച്ചള സർപ്പത്തെ നോക്കിയവർക്കൊക്കെ രക്ഷ കിട്ടിയതായ കാര്യം നമ്മൾ ഓർക്കുന്നു. അതുപോലെ കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന മാതാവിനെയും യോഹന്നാനെയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ വലിയ വെള്ളിയാഴ്ച ദിവസം ആ കുരിശ് കുമ്പിട്ട് കുരിശിന്റെ ചുവട്ടിൽ പോയി നമ്മൾ നമസ്കരിക്കുന്നു. ക്രിസ്തുന്തീനോസ് രാജാവിനെ ഹെലനീയ രാജ്യം ഓർത്തുകൊണ്ട് കുരിശിന്റെ അനുഭവങ്ങൾ നമ്മളെ ജീവിപ്പിക്കാൻ കഴിവുള്ളതാണെന്നുള്ള ഉൾക്കാഴ്ചയോടുകൂടെ കുരിശിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി നമ്മൾ 7 ആഴ്ചകൾ വെച്ചിരിക്കുന്നു. ശ്ലീവാ പെരുന്നാളിന് ശേഷം 7 ആഴ്ച ശ്ലീവായുടെ പല വശങ്ങൾ പഠിക്കുവാൻ പിതാക്കന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 1-ാമത്തെ ഞായറാഴ്ച വരുന്നു. ആ ഞായറാഴ്ച കുരിശിന്റെ ഒരു വശം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയാണ്. കർത്താവിന് 2-ാമത്തെ വരവിനെ ഈ കുരിശിന്റെ 3 പെരുന്നാളുകൾ സംബന്ധിക്കുന്നത് സഹായകരമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചാണ് ശ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള കാലയളവിൽ നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവിന്റെ 2-ാമത്തെ വരവിൽ കുരിശിന്റെ പാതയിൽ കുരിശെടുത്തുകൊണ്ട് യാത്ര ചെയ്ത് കുരിശ് താങ്ങിയവരെയും കുരിശിൽ യേശുവിനോടൊപ്പം തന്റെ ജീവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മുടക്കുന്നവരെയും കർത്താവിന്റെ ഉയർപ്പിന്റെ അനുഭവത്തിൽ തന്റെ ജീവിത പങ്കാളിയാക്കുമെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ. കർത്താവിന്റെ പരസ്യശുശ്രൂഷാകാലത്ത് കർത്താവ് പറഞ്ഞ വചനങ്ങൾ കുരിശുവിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ദൈവരാജ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 21-ാം വാക്യത്തിൽ ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ കർത്താവിന്റെ ആ വചനം ശ്ലീവാ പെരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ ഇടയിലുള്ള ദൈവരാജ്യം, അതാണ് ഇന്നത്തെ വിഷയം. നമ്മളുടെ ഇടയിലുള്ള ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ട് പോയി. ആ നമ്മുടെ ഇടയിലുള്ള ദൈവരാജ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഇടയിലുള്ളതായ ദൈവരാജ്യം, ആ രാജ്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? ആ ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ്? കുരിശിന്റെ പാതയിൽ കുരിശെടുത്തുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ദൈവരാജ്യം കാണാനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന കുരിശിന്റെ രക്ഷാകരമായ വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കുരിശിന് നിന്ദ്യമായ ഒരു വശമുണ്ട്, വന്യമായ ഒരു വശമുണ്ട്. യേശു കുരിശിക്കപ്പെടുന്നത് വരെ കുരിശ് നിന്ദ്യമായിരുന്നു. അത് ലോകത്തിലേക്ക് ഏറ്റവും വലിയ കുറ്റവാളികളെ കൊല്ലാനുള്ള ഒരു ആയുധമായിരുന്നു. അപ്പോൾ കുരിശെന്ന് പറഞ്ഞാൽ കർത്താവ് കുരിശിക്കപ്പെടുന്നതിന് മുമ്പ് അനേക കുരിശിക്കപ്പെട്ടവർ നിന്ദിതരായി പരിഹസിക്കപ്പെട്ട് സമൂഹത്തിൽ നിന്ന് തള്ളിക്കളയായിരുന്നു. അത് വലിയ ഒരു ശിക്ഷയ്ക്കുള്ള ആയുധമായിരുന്നു കുരിശ്. കുറ്റമില്ലാത്ത കർത്താവ് കുറ്റവാളികൾക്ക് വേണ്ടി കുറ്റം വഹിച്ചുകൊണ്ട് പാപം വഹിച്ചുകൊണ്ട് പാപമാക്കപ്പെട്ടുകൊണ്ട് കാൽവറി ക്രൂശിൽ യാഗമായി മരിച്ചപ്പോൾ നിന്ദ്യമായിരുന്ന കുരിശെ വന്യമായി തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ വലിയ വെള്ളിയാഴ്ച കുരിശിനെ മുത്തുന്നത്. പക്ഷെ കുരിശിന്റെ മർമ്മം എന്നാന്ന് മനസ്സിലാക്കാത്തവർക്ക് ഇതൊരു പരിഹാസമായിട്ട് തോന്നാം. ഈ കുരിശിന്റെ രഹസ്യം എന്താണ് എന്നറിയാൻ പാടില്ലാത്തവർക്ക് ഈ കുരിശ് കൊണ്ട് നടക്കുന്നതും കുരിശ് വരയ്ക്കുന്നതും ഒക്കെ നിന്ദ്യമായിട്ട് തോന്നാം. ഒരിക്കൽ ഈ കുരിശിന്റെ മർമ്മം മനസ്സിലാകാത്ത ഒരാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അയാൾ ഉദാഹരണമാണ് പറഞ്ഞത്. ഒരു ഭർത്താവിന്റെ ഘാതകൻ ഒരു കടാരി കൊണ്ട് കുത്തിക്കൊന്നു. കുടുംബ വഴക്കിൽ, അയലോക്കം വഴക്കിൽ തർക്കമുണ്ടായി, മദ്യപിച്ച് അടിപിടിയുണ്ടായി, കടാരിയുണ്ട്. ഒരു ഭർത്താവിനെ കുത്തിയിട്ടേച്ച് അയാളങ്ങ് ഓടിപ്പോയി. ആ കടാരി അവിടെ കിടന്നു. അങ്ങനെ ഭർത്താവ് കൊല്ലപ്പെട്ടത് ശത്രുവിന്റെ കടാരി കൊണ്ടുള്ള കുത്തേറ്റാണ്. അദ്ദേഹം രക്തം വാർന്നൊലിച്ച് അവിടെ കിടപ്പുണ്ട്. കുത്തിയ ആ കടാരി അവിടെ കിടപ്പുണ്ട്. എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: ആ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയ്ക്ക് ആ കടാരിയോടുള്ള മനോഭാവം എന്തായിരിക്കും? വെറുപ്പായിരിക്കും.
അതെടുത്ത് മുത്തും ആരെങ്കിലും. ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ അത് കാണുന്നതിനോട് വെറുപ്പായിരിക്കും. എന്റെ ഭർത്താവിനെ കൊന്ന ആയുധമായത്, എന്റെ ഭർത്താവിനെ കൊന്ന ഘാതകന്റെ ആയുധമാണിത്. അത് കാണുമ്പോൾ അയാളോടുള്ള വൈരാഗ്യം അധിക പകയുണ്ടാകുക. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുത്തിക്കൊന്ന ഒരായുധമാണിത്, അതാണ് അവിടെ കിടപ്പുണ്ട്, എനിക്കത് കാണണ്ട എന്ന് പറഞ്ഞ് അവൾ ആ മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ സന്നിധിയിൽ പോയി നിലവിളിക്കുകയും ആ കൊന്നയാളിനോടുള്ള പ്രതികാരം എങ്ങനെ ആ വീട്ടിൽ നിന്ന് വിചാരിച്ച് വ്യാകുലപ്പെടാൻ സാധ്യതയുള്ളപ്പോൾ അതിനു പകരം ആ കണ്ടാരി എടുത്ത് മുത്തിയാൽ അതിന്റെ അർത്ഥം എന്താ? ഇവളും ഇയാളുടെ മരണം ആഗ്രഹിച്ചു എന്നല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ഈ അയലക്കംകാരനുമായിട്ട് കൂട്ടുകൂടി ഈ അയലക്കംകാരനെ കൊണ്ട് കൊല്ലിച്ചത് ഇവള് തന്നെയാണോ എന്ന് സംശയം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ അതുപോലെ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ കൊല്ലാൻ ഉപയോഗിച്ച ഒരു ആയുധമാണ് കുരിശ്. യേശുവിന്റെ മണവാട്ടിയായ സഭ ആ കുരിശിനെ മുത്തിയാൽ അതിന്റെ അർത്ഥം എത്താം. അത് അർത്ഥശൂന്യമല്ലേ? അത് ഭർത്താവിനെ കൊന്ന കടാരി എടുത്ത് മുത്തുന്ന പോലെ അവഹേളനമല്ലേ? ആ ഭർത്താവിനെ കൊന്നവന് കൂട്ടു നിൽക്കുകയല്ലേ എന്നൊരു സംശയം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ യേശുവിനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധമാണ് കുരിശെന്നുള്ളത് ശരിയാണ്. ആ കുരിശിനെ മുത്തുന്നത് ശരിയാണോ? അതിന് മറുപടി നമ്മൾ കണ്ടെത്തണം. വേറൊരാളുടെ ചോദ്യം, ദീർഘനാള് രോഗിയായി തളർന്നു കിടന്ന ഒരു കട്ടിലിൽ ഭർത്താവ് അന്ത്യശ്വാസം വലിച്ചു. ഏതെങ്കിലും ഭാര്യമാർ ആ കട്ടിലിനെ പോയി മുത്തിയാൽ അതിന്റെ അർത്ഥം തന്നെ എന്റെ ഭർത്താവ് തളർന്നു കിടന്ന് ചത്ത കട്ടിലാണ്. അപ്പൊ അയാൾ ചത്തത് നന്നായി, ചത്ത് കിട്ടിയല്ലോ, കട്ടിൽ ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ആ ഭർത്താവിന്റെ മരണത്തിലോ രോഗത്തിലോ യാതൊരു സഹതവുമില്ലാതെ ആ കട്ടിലിനെ മുത്തിയാൽ അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട് ഈ ഭർത്താവിനെ വെറുത്തിരുന്നു, അവളും കൂടെ കൂടിയാണ് ഇയാളെ തളർത്തിയത്, അത് ചത്ത കിട്ടിയതിൽ വലിയ സന്തോഷമായി. ചിലരെ കുറിച്ച് പറയും കട്ടിൽ ഒഴുകുകയില്ല, ചാകുകയില്ല, അല്ലേ? ചാകുകയില്ല, കട്ടിലോട്ട് ഒഴുകുകയില്ല എന്ന് പറഞ്ഞ് വല്ലതും ചാകാനായിട്ട് കാത്തിരിക്കുന്ന പലരും ഉണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഭർത്താവ് കിടന്ന് മരിച്ച കട്ടിലെ മുത്തുന്ന പോലെയോ ഭർത്താവിനെ കൊന്ന കടാരിയെ മുത്തുന്ന പോലെ അല്ല കുരിശിനെ മുത്തുന്നത്. അതറിഞ്ഞിരിക്കാം. അതിനാധാരമായിട്ട് വേറൊരു വേദഭാഗമുണ്ട്. അത് ശമൂവേലിന്റെ പുസ്തകത്തിൽ ദാവീദിനെയും ഇസ്രായേൽക്കാരെയും പരിഹസിച്ചുകൊണ്ട് ഒരു ഗോലിയാത്ത് എന്ന് പറഞ്ഞ ഒരുത്തൻ യുദ്ധം ചെയ്യാൻ വന്നു. ഗോലിയാത്തിന്റെ കാര്യം എവിടെ എഴുതിയിരിക്കുന്ന അറിയാവോ? ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു വലിയ മുട്ടാളൻ, വലിയൊരു മല്ലൻ, ഇസ്രായേൽ രാജാവിനെ അവിടെയുള്ള ജനങ്ങളെല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് വലിയ ഭീഷണി മുഴക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ദാവീദ്, ഒരു യുവാവായിരിക്കുന്ന ദാവീദ് ദൈവത്തിന്റെ ശക്തിയിൽ ഈ ഗോലിയാത്തിനോട് നേരിടാൻ ദൈവനിയമപ്രകാരം പോവുകയാണ്. ഇസ്രായേൽക്കാരെ മുഴുവൻ കളിയാക്കി യഹോവയെ ദുഷിക്കുന്ന ആ അന്യജാതിക്കാരനെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിൽ ആശ്രയിച്ച ദൈവകൃപയുള്ള ദൈവാശ്രയമുള്ള ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാൻ പോയ കാര്യം ഏത് വേദവാദത്തിലാണെന്നൊക്കെ ഓർമ്മയുണ്ടോ? ഇത് കണ്ടുപിടിക്കുന്നല്ലതാ. ശമൂവേലിന്റെ പുസ്തകം ഒന്ന് കണ്ടുപിടിച്ചു, ഒരു ഹോംവർക്ക് തന്നുവിടുക. അങ്ങനെ ഗോലിയാത്തിനെ കൊല്ലാനായിട്ട് വന്ന ദാവീദിന്റെ കയ്യിൽ വാളില്ല, പടച്ചട്ടയില്ല, വേറെ ഒന്നുമില്ല, ഒരു കവണയും കുറെ കല്ലും മാത്രമേ ഉള്ളൂ. അതേ പരിചയമുള്ളൂ. എന്നാൽ ഈ ദാവീദ് ദൈവനാമത്തിൽ ഈ ഗോലിയാത്തിനെ നേരിട്ട് ദൈവത്തിന്റെ ശക്തിയുണ്ട് ദൈവനിയോഗപ്രകാരം ഗോലിയാത്തിനെ കൊല്ലാനായിട്ട് വന്നപ്പോ നന്മയാൽ തിന്മയെ ജയിക്കുന്ന ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഈ ഗോലിയാത്ത് മുഴുവൻ കവചത്താൽ സുരക്ഷിതനാണ്. പക്ഷെ നെറ്റിയിൽ മാത്രം ശകല സ്ഥലം കവചമില്ലാതെയുണ്ട്. ദാവീദ് കല്ലുകൊണ്ട് കവണയിൽ വെച്ച് നെറ്റിക്കിട്ട് ഒരു ഏറ് വെച്ചു കൊടുത്തു. കല്ല് അവിടെ തന്നെ പോയി കൊണ്ടു, ആൾ താഴെ വീണു. ദാവീദ് ഓടിച്ചെന്നു, ഈ ഗോലിയാത്തിന്റെ നെഞ്ചത്ത് കയറി നിന്നു. അവന്റെ അരയിൽ തൂകിയിട്ടിരുന്ന വാൾ ഊരിയെടുത്തു. ദാവീദിനെ കൊല്ലാൻ കൊണ്ടുവന്ന വാളുകൊണ്ട് അവന്റെ വായിൽ തറച്ചു. ഇതാണ് ഗോലിയാത്തും ദാവീദുമായുള്ള യുദ്ധത്തിലെ രഹസ്യം.
അപ്പൊ അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം, ഇസ്രായേൽക്കാരെയും ദൈവത്തെയും ദുഷിച്ചുകൊണ്ട് ദൈവമക്കൾക്കെതിരായി തിന്മപ്പെട്ടവർ കൊണ്ടുവന്നതായ ആയുധം, ആ ആയുധം കൊണ്ട് തന്നെ അവനെ തോൽപ്പിച്ചു. അങ്ങനെ ഗോലിയാത്ത് കൊണ്ടുവന്നതായ വാളുകൊണ്ടാണ് ഗോലിയാത്തിന്റെ കഴുത്ത് അറുത്തത്. അതിൽ വലിയൊരു പാഠം പഠിക്കാനുണ്ട്. പിശാച് നമുക്കെതിരായിട്ട് എടുക്കുന്ന ആയുധം കൊണ്ട് തന്നെ നമുക്ക് അവനെ തോൽപ്പിക്കാൻ നമുക്ക് പ്രത്യേക ആയുധമൊന്നും വേണ്ട, കർത്താവ് മതി. കർത്താവ് നാമത്തിൽ ചെന്നാൽ മതി. പിശാച് നമുക്കെതിരായിട്ട് എടുക്കുന്ന ആയുധം കൊണ്ട് തന്നെ അവനെ തോൽപ്പിക്കാം. അതുകൊണ്ട് ആരെങ്കിലും നമുക്കെതിരായിട്ട് ക്ഷുദ്രം ചെയ്താൽ, കൈവശം തന്നാൽ, ആഹാരത്തിനകത്ത് വിഷം ചേർന്ന് തന്നാൽ, ആരെങ്കിലും നമ്മളെ ദുഷിച്ചാൽ, പഴിച്ചാൽ, കുരിശു കൊണ്ടുവന്നാൽ, അതുകൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കാം. അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് ദൈവം അനുവദിച്ചിരിക്കുന്നത്. ഒന്നും പേടിക്കണ്ട. ക്ഷുദ്രത്തെയോ കൈവിഷത്തെയോ ശത്രുതയെയോ ഉപദ്രവത്തെയോ ഒന്നിനെയും പേടിക്കണ്ട. ദൈവനാമത്തിൽ അതെല്ലാം ദൈവകരങ്ങൾ സമർപ്പിച്ചാൽ അവരെടുക്കുന്ന ആയുധം കൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കാൻ സാധിക്കും. യേശുവിനെ തകർക്കാനും തോൽപ്പിക്കാനുമാണ് കുരിശെ കയറ്റിയത്. പക്ഷെ കർത്താവ് ആ കുരിശ് കൊണ്ട് തന്നെ പിശാചിന്റെ തല ശാപിച്ചു. ഇപ്പൊ കുരിശ് കർത്താവിനെ നിർമൂലമാക്കാനും തകർക്കാനും ഉണ്ടാക്കിയ ഒരു ആയുധമാണെങ്കിലും ആ ആയുധം കൊണ്ട് പിശാചിന്റെ തല തകർത്തു എന്നുള്ളതാണ് ഇതിലെ യുദ്ധതന്ത്രം. അതുകൊണ്ട് കർത്താവിനെ കൊന്ന ആ ആയുധത്തെ അല്ല നമ്മൾ മുത്തുന്നത്, പിശാചിന്റെ തല തകർത്ത ആയുധത്തെയാണ്. അതുകൊണ്ട് പിശാചിന്റെ തല ചതച്ച, പിശാചിനെ തോൽപ്പിച്ച കർത്താവിന്റെ കാൽവറിയാകത്തെ നമ്മൾ ആദരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിന്റെ കുരിശിൽ ഞാൻ പ്രശംസിക്കുന്നു എന്ന് ആര് പറഞ്ഞു? പൗലോസ്ലീഹ പറയാൻ കാരണം. ഇപ്പൊ കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മളുടെ സ്വർഗീയ മണവാളനായ യേശു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി കുരിശിൽ കയറി, ആ കുരിശ് യേശുവിനെ തകർക്കാൻ വേണ്ടി പിശാച് കൊടുത്ത ഒരു ആയുധമാണെങ്കിലും ആ ആയുധം കൊണ്ട് തന്നെ അവൻ തോറ്റതുകൊണ്ടാണ് ആ കുരിശിനെയാണ് നമ്മൾ ആദരിക്കുന്നത്. അപ്പോൾ നമ്മളെ തോൽപ്പിക്കാനായിട്ട് പിശാച് എടുക്കുന്ന ആയുധം കൊണ്ട് തന്നെ അവനെ തോൽപ്പിച്ച് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പാടിയ പൗലോസിനോടൊപ്പം നമുക്ക് വിജയം കൈവരിക്കാൻ, അതുകൊണ്ട് പരാജയങ്ങളെ വിജയത്തിന് ചവിട്ടുപടിയാക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണ് യേശുക്രിസ്തു എങ്ങനെയാണ് പാപപാമ്പന് തലയതച്ചത്? പാപപാമ്പന് തലയതയ്ക്കുവാൻ യേശുവിനെ കൊല്ലാൻ ഉപയോഗിച്ചതായ കുരിശു തന്നെയാണ് ഉപയോഗിച്ചത്. അതെങ്ങനെയാണ്? തിന്മയെ തള്ളി നന്മയെ തെടുക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് കർത്താവ് ഉപജീവിച്ചു. 30 കൊല്ലം താൻ വിളിച്ചിരുന്നു. തിന്മയെ തള്ളി നന്മയെ തെടുക്കാനുള്ള തന്റെ ഇടം കിട്ടാൻ വേണ്ടി തൈരും തേനും കൊണ്ട് താൻ ഉപജീവിച്ചു എന്ന യെശയ്യാവിന്റെ ദിവസം 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലുണ്ട്. യെശയ്യാ 7:14-15 കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. ആ ഇമ്മാനുവേൽ തിന്മയത്തിൽ നന്മയത്തെ നിൽക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് ഉപജീവിക്കുമെന്നാണ് എഴുതിയത്. അങ്ങനെ കന്യാമറിയാമെന്ന് ജനിച്ച യേശു പാപപാമ്പന് തലയതിക്കാൻ വേണ്ടി 30 കൊല്ലം ഒരുങ്ങി. 30 കൊല്ലം ഒരുങ്ങി നന്മയാൽ തിന്മയെ ജയിക്കാനുള്ള ശക്തി ആർജിച്ചു. അപ്പൊ കർത്താവിന് 30 കൊല്ലത്തെ ആഹാരം എന്നായിരുന്നു? തൈരും തേനും. തൈരും തേനും ഏതിന്റെ പ്രതീകമാണെന്നറിയാവും? തൈരെന്ന് പറഞ്ഞാൽ പാലിൽ നിന്നുണ്ടാകുന്ന ഒരു സാധനമാണ്. ഇപ്പൊ തിന്മയെ തള്ളാനായിട്ടുള്ള ശക്തി തരുന്ന പാൽ എവിടെയെങ്കിലും കിട്ടുമോ? മിൽമായിലെ പാൽ കൊണ്ട് പറ്റുമോ? വേറൊരു തരം പാലുണ്ട്, അത് വചനമാകുന്ന പാല്. അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? 1 പത്രോസ് 2-ാം അധ്യായം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2-3 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് വചനത്തെ പാലായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ വചനമാകുന്ന മായമില്ലാത്ത പാല് കുടിക്കണമെന്ന് പറയുന്നു. വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചാൽ നന്മയാ തിന്മയെ ജയിക്കാനുള്ള തന്റെ ഇടം കിട്ടും. വചനമെന്ന മായമില്ലാത്ത പാല് നമ്മൾ കുടിക്കുന്നുണ്ടോ? വചനം വായിക്കുന്നുണ്ടല്ലേ, വചനം കേൾക്കുന്നുണ്ട്. പക്ഷെ നന്മയാ തിന്മയെ ജയിക്കാനുള്ള ശക്തി കിട്ടുന്നുണ്ടോ? ശക്തി കിട്ടാത്തതിന്റെ കാര്യം എന്നാണെന്നറിയാവോ? ഈ പാല് കുടിക്കുന്ന പാത്രം മോശമാണ്. അതുകൊണ്ട് പാല് കുടിക്കുന്ന പാത്രം വൃത്തികെട്ടതാണെങ്കിൽ, പാല് സമ്പൂർണ്ണ ആഹാരമാണെങ്കിലും വൃത്തികെട്ട പാത്രത്തിൽ പാല് കുടിച്ചാൽ പാലിന്റെ ഗുണം കിട്ടുകയെന്ന് മാത്രമല്ല, പാത്രത്തിലെ വൃത്തികേട് കയറിയിട്ട് അസുഖം വരാൻ. ഇപ്പൊ കുപ്പയെ കിടക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് മമ്മി എനിക്ക് ആഹാരം നടന്നു പറഞ്ഞാൽ മമ്മി കൊടുക്കൂ? വലിച്ചെറിയാൻ പറയും. അത് നല്ല ഒന്നാമതിന് കഴിയ പാത്രത്തിലെ നല്ല ആഹാരം കൊടുക്കുള്ളൂ. നല്ല ആഹാരം നല്ല പാത്രത്തിൽ കഴിച്ചാലേ ആ നല്ല ആഹാരത്തിന്റെ ഗുണം കിട്ടുകയുള്ളൂ. അതുകൊണ്ട്
വചനമാകുന്ന പാൽ നമുക്കുണ്ട്. വന്ന പാല് മിച്ചം വന്നത് കുറുക്കി പറ്റിച്ച് പൊടിയാക്കി ഇതിനകത്ത് വെച്ചിരിക്കുക വേദോത്സവത്തിൽ. അത് കലക്കി കുടിച്ചാൽ പാലിന്റെ ഗുണം കിട്ടും. വരുന്ന പാലുണ്ട്, മോളിൽ നിന്ന് വരുന്ന പാല്. അങ്ങനെ വന്ന പാലും വരുന്ന പാലും നമുക്കുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നല്ല പാത്രത വേണത് കഴിക്കാൻ. അപ്പം നമ്മളുടെ പാത്രത്തെ വൃത്തികേടാക്കുന്ന 5 കൂട്ടം കാര്യമുണ്ട്. ആ 5 കൂട്ടം കാര്യങ്ങൾ മാറ്റിയിട്ട് വചനം കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്താലേ നമുക്ക് ഇതുകൊണ്ട് തിന്മയെ തള്ളാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ പാല് വിരിഞ്ഞ് വൃത്തികേടായി പോവും. പാല് വിരിഞ്ഞ് വൃത്തികേടായി ദുർഗന്ധം വമിക്കുന്ന സാധനമായി രോഗാണുക്കളുള്ളതായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പശുവിന്റെ അകിടിൽ നിന്നും പാല് കറക്കുന്നതിന് അമ്മച്ചിമാർ ചെയ്യുന്നൊരു പണി അകിടൊന്ന് കഴുകൂല്ലേ? ഇല്ല, ചാണകത്തിനകത്ത് കിടക്കുന്നത് പശുവിനെ ചെന്ന് ഉടനെ കറക്കുകയാണ്. പശുവിനെ ശരിക്ക് കുളിപ്പിക്കും. അതിന്റെ അകിടും നല്ലവണ്ണം കഴുകി, പാത്രവും കഴുകി, കൈയും കഴുകിയിട്ട് പിഴിയാൻ തുടങ്ങുള്ളൂ, ഇല്ലേ? അല്ലെങ്കിൽ 14 വീട്ടിലെ വൃത്തികേടല്ല ഈ പാലിനകത്ത് കയറും. അതുകൊണ്ട് വചനമാകുന്ന പാല് കുടിക്കുന്നതിന് മുമ്പ്, അത് കറക്കുന്നതിന് മുമ്പ് പാത്രം കഴുകണം. ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ പാത്രത്തെ അശുദ്ധമാക്കുന്നതെന്ന് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതേതാണ്? ചതി, വ്യാജം, അസൂയ, നുണം, ദുഷ്ടത, ഒന്ന് വായിക്കാമോ? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണം. അപ്പൊ നീക്കിക്കളഞ്ഞേച്ച് വേണം അതിനൊന്ന് വായമില്ലാത്ത പാൽ കുടിക്കും. 1 പത്രോസ് 2-ാം അധ്യായം വായിച്ചത്. 1 പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ അതൊന്നുകൂടെ വായിച്ചാട്ടെ. ഏതൊക്കെയാ? സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിപ്പിക്കും. അപ്പൊ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുന്നതിന് മുമ്പ് വൃത്തികേടെല്ലാം മാറ്റണമെന്നാണ്. ഏതെല്ലാം കാര്യമാണ് വചനമാകുന്ന പാലിനെ നിർവീര്യമാക്കി കളയുന്നത്? ചതി, വ്യാജം, അസൂയ, നുണത, ദുഷ്ടത, ഇവയെല്ലാമാണ്. അപ്പൊ ഇവയെല്ലാം മാറ്റിയതിന് ശേഷം വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യാമെങ്കിൽ നമുക്ക് തിന്മയെ തള്ളാനുള്ള ശക്തി കിട്ടും. അതുകൊണ്ടാണ് പള്ളിയിൽ വേദോസം വായിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? ഒരു പീഠം വെച്ച് മെഴുതിരി കത്തിച്ചു വെച്ച് ശുശ്രൂഷക്കാരൻ ധൂപം വീശി ഒരു പ്രഖ്യാപനമൊക്കെ നടത്തും. എങ്ങനെയാ ശുശ്രൂഷക്കാരാ വേദോസം വായിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കുന്നത്? ആ ഭയത്തോടും പിന്നെ എന്നൊക്കെ വേണം, പിന്നെ അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ഭക്തിയോടും നല്ല ഉണർവോടും കൂടെ കേട്ടോണം. അങ്ങനെ നമ്മുടെ പാത്രം ശരിക്കും കഴുകിയിട്ട് പാല് കുടിച്ചാലേ ഗുണം വരുള്ളൂ. ഇത് വേദോസം വായന പള്ളിയിലുണ്ട്, വേദോസം മുത്തുന്നുണ്ട്, എഴുതി കത്തിച്ചു വെക്കുന്നുണ്ട്, ഞാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ പാത്രം കഴുകി നടക്കുന്നുണ്ടോ? പാത്രം ശരിക്കും കഴുകിയിരുന്നെങ്കിൽ വഴക്കുണ്ടാവുമോ? വേദോസം വായനയും പള്ളി ആരാധനയും കഴിഞ്ഞിട്ട് പിന്നെ അടി, വഴക്ക്, കേസ്. അതിന്റെ അർത്ഥം എന്നാ? പാത്രം കഴുകി വെക്കുന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ പാത്രം ശരിക്കും കഴുകിയിട്ട് വേദോസം വായിക്കാമെങ്കിൽ സമാധാനവും സ്നേഹവും സന്തോഷവും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ നമുക്ക് ജയിക്കാൻ സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഇത് മറന്നു പോകാതിരിക്കാൻ ഒരാളൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചതി, വ്യാജം, അസൂയ, നുണയും ദുഷ്ടതയും പഞ്ചാവളിപ്പുകൾ ഹൃദയത്തിൽ അവ പാപകരം, നമ്മളിൽ ഇന്നവ പാപകരം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഹൃദയമാകുന്ന പാത്രത്തിൽ ഈ 5 വളിപ്പുകൾ മാറ്റിയതിന് ശേഷം വചനമാകുന്ന പാല് കുടിച്ചിട്ട് അത് ഉറയൊഴിച്ചാൽ നല്ല തൈരാകും. ആ തൈര് പിറ്റേ ദിവസം കഴിച്ചാൽ നല്ല രുചിയായിരിക്കും. അതിൻ്റെ വെച്ചാൽ തേനും കൂടെ ചേർത്താൽ കുറേ കൂടെ രുചിയാകും. അപ്പൊ വചനം പാല് പോലെയും തേൻ പോലെയും ദൈവം നമുക്ക് തരും. തേൻ പോലെയും പാൽ പോലെയും വചനം നമുക്ക് തരുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിച്ചാൽ നല്ല രുചിയാണ്, നല്ല ശക്തി കിട്ടുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന പുഷ്പം വികസിച്ച് അതിൽ ഉണ്ടാകുന്ന തേൻ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവുമായി സ്വർഗത്തിലുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. ആ സ്വർഗത്തിലെ പൂമ്പാറ്റകൾ വന്ന് ശേഖരിച്ച് സ്വർഗത്തിലുള്ളവർക്ക് കൊണ്ട് കൊടുക്കും. നമ്മുടെ ആരാധനയും നമ്മുടെ മഹത്വവും ശക്തിയും വിശ്വാസവും പ്രത്യാശയും നമ്മുടെ സ്നേഹവുമില്ല തേൻ പോലെ സ്വർഗത്തിലുള്ളവർക്ക് രുചികരമാണ്. അതെടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടുത്തെ തേൻ ഇവിടെ കൊണ്ട് തരും. അതിനിടയിൽ വചനമാകുന്ന പൂമ്പടി വീഴുകയും ചെയ്യും.
അപ്പൊ പുഷ്പങ്ങളിലെ തേൻ നുകരാൻ വരുന്ന പൂമ്പാറ്റകളുടെ കാലിൽ പൂമ്പടിയുണ്ട്. ആ പൂമ്പടി ആ പുഷ്പത്തിൽ വീഴുമ്പോഴാണ് അത് കായായിത്തീരുന്നത്. അപ്പോൾ വചനമാകുന്ന പാല്, വചനമാകുന്ന തേൻ, ഇത് രണ്ടും നമുക്ക് എല്ലാ ദിവസവും കിട്ടാമെങ്കിൽ എല്ലാ ദിവസവും പുത്തനായി തീരും. എല്ലാ ദിവസവും നമുക്ക് രസകരമാകും. എല്ലാ ദിവസവും നമുക്ക് തിന്മയെ തള്ളാൻ സാധിക്കും. തിന്മ നമ്മളെ തോൽപ്പിക്കുകയില്ല, നമ്മൾ തിന്മയെ തോൽപ്പിക്കുന്നവരായി തീരുന്നത് ആര് ഓർപ്പിക്കുന്നു? യേശുക്രിസ്തുവിന് പോലും 30 കൊല്ലം വേണമായിരുന്നു. മാമോദീസായിൽ നമ്മൾ ജനിക്കുന്ന യേശുവിനെ 30 കൊല്ലം വളർത്താമെങ്കിൽ തിന്മയെ തള്ളി നന്മയെ തീർക്കാനുള്ള പ്രായം നമുക്കാവും. അതിനുശേഷം അതുവരെയും നമ്മൾ പാപപ്പാമ്പിനെയും പിശാചിനെയും കാണാതെ ഒളിച്ചു നടക്കണമെന്നാണ്. അങ്ങനെ ഒരു തത്വം, അങ്ങനെ ഒരു കാലമുണ്ട്. ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ ഹേരോദാവിനെ പേടിച്ചോടി. ഹേരോദിനെ കൊന്നോ? ഇല്ല. ഹേരോദാവിനെ പേടിച്ചോടി. ഹേരോദാവ് ചാകുന്നവരെ മിസ്രൈമിൽ പോയി താമസിച്ചു. തിരിച്ചു വന്നപ്പോൾ അക്കരയാവോസ് ഉണ്ടെന്നും പറഞ്ഞ് പിന്നെ നസറേത്തിൽ പോയി താമസിച്ചു. ഇങ്ങനെ നമ്മുടെ ഉള്ളിലെ യേശു കുഞ്ഞിനെ വളർത്താൻ വേണ്ടി നമ്മൾ ഒളിച്ചും പാത്ത് നടക്കേണ്ട ഒരു കാലമുണ്ട്. അവരൊക്കെ ചാകുന്ന ഒരു കാലം വരും. അതിന് ശേഷം പിശാച് നമ്മളെ കണ്ടെത്തുന്ന ഒരു സമയമുണ്ട്. കർത്താവ് ജോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനമേറ്റപ്പോൾ ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്ന അപ്പച്ചന്റെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ പിശാച് ഇളകി കർത്താവിനെ പരീക്ഷിക്കാൻ വന്നു. അപ്പൊ നമ്മൾ വചനമാകുന്ന പാലും തേനും ഒക്കെ കഴിച്ച് വളർന്ന് പിശാചിനോട് പോരാടാൻ സമയമാകുമ്പോൾ നമ്മുടെ അടുത്ത് വരും. അതുവരെ നമ്മൾ ഓടി നടക്കണം. തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു കാലം വരും. ഇപ്പം പിശാച് നിങ്ങളെ കാണാൻ വന്നാൽ നിങ്ങൾ തോക്കുമോ അതോ പിശാചിനെ തോപ്പിക്കുമോ? പിശാചിനെ തോപ്പിക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴേ കർത്താവ് പിശാചിനെ നമ്മുടെ അടുത്തോട്ട് വിടുകയുള്ളൂ. അപ്പോ കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ പിശാച് ഹേരോദാവ് കൂടെ വന്നപ്പോ അപ്പച്ചൻ പറഞ്ഞു, മോനെ ഓടിക്കോടാ, ഇപ്പൊ നിനക്ക് അവനെ തോപ്പിക്കാൻ നീ വളർന്നിട്ടില്ല, വളരുന്നവരെ ഓടിക്കൊള്ളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 30 കൊല്ലം തൈരും തേനും കൊണ്ട് ഉപയോഗിച്ച് തിന്മയെ തള്ളാനുള്ള ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോ കർത്താവ് പറഞ്ഞ, നീ എന്റെ പ്രിയപുത്രനാണ്, നീ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാര് കേട്ടു? പിശാച് കേട്ടു. നീ പ്രിയപുത്രനാണോ, എനിക്ക് ഇന്ന് പരീക്ഷിക്കണം, എന്നാ പരീക്ഷിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ പിശാചിനെയും കൂട്ടിക്കൊണ്ട് മരുഭൂമിയിൽ പോയി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ പിശാചിനെ തോപ്പിച്ച് ഓടിച്ചു. അപ്പൊ അന്നേരം തൊട്ട് പിശാച് ഓടാൻ തുടങ്ങി, കർത്താവ് ഓടുന്നില്ല. അപ്പൊ പിശാചിനെ നമ്മൾ ഓടിക്കുന്ന ഒരു കാലമുണ്ട്, പിശാച് നമ്മളെ ഓടിക്കുന്ന ഒരു കാലമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കാലം ഏതാ? പിശാച് ഓടിക്കുന്ന കാലമാണ്, പിശാചിനെ ഓടിക്കുന്ന കാലമാണ്. ഇങ്ങനെ 2 കാലമുണ്ട്. അതുകൊണ്ട് 30 വയസ്സായ യേശുവിനെ വരെ വളർത്താമെങ്കിൽ നമുക്ക് പിശാചിനെ ഓടിക്കണമെങ്കിൽ ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടണം. നിങ്ങളോട് ഏതെങ്കിലും ദിവസം നീ എന്റെ പൊന്നുമോളാണ്, നീ എന്റെ പൊന്നുമോനാണെന്ന് പറഞ്ഞിട്ടുണ്ട്? പപ്പായും മമ്മിയൊക്കെ പിള്ളേരെ കളിപ്പിക്കുന്നിടെ പറയേ, ചക്കരെ പൊന്നെ തേനെ മുത്ത്, നീ എന്റെ പൊന്നാണ്, എന്റെ പ്രിയാന്നൊക്കെ പറയില്ലേ? അതുപോലെ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെ കളിപ്പിച്ചോണ്ട്, നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ട് നീ എന്റെ പ്രിയപ്പെട്ടതാണെന്ന് ആരിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ലേ? അതിന്റെ അർത്ഥം എന്നാ? തൈരും തേനും കഴിച്ചത് പോരാന്ന. 30 കൊല്ലം തൈരും തേനും ഉപയോഗിച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ അപ്പച്ചന് ഭയങ്കര സ്നേഹം. ജോർദാൻ നദിയിലേക്ക് പരിശുദ്ധാത്മാവിനെ ഇറക്കി വിട്ടിട്ട് ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദൈവപ്രസാദം നേടിക്കഴിഞ്ഞപ്പോഴാണ് അതുവരെ ഒളിച്ചിരുന്ന പിശാച് ചാടി വന്നു, നിന്നെ ഞാൻ പരീക്ഷിക്കാൻ പോവാന്ന് പറഞ്ഞു, പൊക്കോളാൻ പോ. അങ്ങനെ ആ വനഭൂമിയിൽ വെച്ച് പരീക്ഷയിൽ അവനെ തോപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ പിശാച് ഓടാൻ തുടങ്ങി. പിശാച് എവിടെ പോയാൽ ഒളിച്ചെന്ന് തൊപ്പിയിട്ടു. തോറ്റിട്ട് ഒളിക്കാൻ സ്ഥലം തപ്പി നടത്തും. എവിടെയാണ് പോയി ഒളിച്ചിരുന്നെന്നറിയാവോ? മനുഷ്യജാതിയിൽ ആദ്യം പിശാച് തോപ്പിച്ചത് ആരെയാണെന്നറിയാവോ? ആദാവിനെ ഹവ്വായെ. ഏതും തോട്ടത്തിൽ കയറി ആദാവിനെ ഹവ്വായെയുമാണ് ഈ പിശാച് ആദ്യം തോപ്പിച്ചത്. ആ തോറ്റ ആദാവിന്റെ ഹവ്വയുടെയും കബറിടത്തിൽ അവരുടെ അസ്ഥികൂടത്തിനകത്ത് അവരുടെ തലയോട്ടിക്കകത്ത് പിശാചിന് ഒളിച്ചിരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു. അപ്പൊ ഏതും തോട്ടത്തിൽ പാപം ചെയ്ത് പാതാളം വരെയും താണുപോയി പിശാചിന് അവകാശം ഉണ്ടായിരുന്ന ആദാമിന്റെയും ഹവ്വയുടെയും തലയോട്ടിയിലായിരുന്നു ആരും ഒളിച്ചുകൊണ്ടിരുന്നത്? പിശാചിന് ഒളിപ്പിടാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടുന്നാണ് കർത്താവിനെ പരീക്ഷിക്കാൻ എങ്ങോട്ട് വന്ന? യോർദാൻ നദിയിലേക്ക്. യോർദാൻ നദിയിൽ ദൈവപ്രസാദം നേടിയെടുത്ത ആ കർത്താവിന് ദൈവപ്രസാദം കിട്ടിയപ്പോൾ ഇവൻ ചാടിഞ്ഞു വന്നു, നീ ദൈവപ്രസാദം നേടിയ ആളാണോ? എനിക്ക് നിന്നെ ഒന്ന് പരീക്ഷിക്കാം, നിന്റെ വല്യപ്പനെ ഞാൻ തോൽപ്പിച്ചതാ, നിന്നെ എനിക്ക് തോൽപ്പിക്കാൻ ഒക്കുമോ എനിക്കൊന്ന് അറിയണം, വാടാ, ഞാൻ നിന്നോട് പോരാടാൻ പോവാ, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ദൈവപ്രസാദം നേടിയ ദൈവപുത്രൻ മനുഷ്യപുത്രനായി വന്ന് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രിയം ഏറ്റുവാങ്ങി
പിതാവിന്റെ പ്രിയം ഏറ്റുവാങ്ങിയതിനു ശേഷം യോർദാൻ നദിയിൽ നിന്ന് കയറി മരുഭൂമിയിലേക്ക് പോയി അവന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ് മുറിവാക്യങ്ങൾ കൊണ്ട് അവൻ പരീക്ഷിച്ചപ്പോൾ ഇണവാക്യങ്ങളും മുഴുവാക്യങ്ങളും പറഞ്ഞ് പിശാചിനെ തോൽപ്പിച്ച് അവൻ തോറ്റ് നാണിച്ചു പോയപ്പോൾ എവിടെ പോയി ഒളിച്ചിരുന്നു? ആദാമിന്റെ അവയുടെ തലയോട്ടി പോയിരുന്നു. അപ്പൊ ആദാമിന്റെയും അവയുടെയും തലയോട്ടിയിൽ അവൻ ഒളിച്ചിരിക്കുമെന്ന് ആര് മനസ്സിലായി? ഇനി അവന്റെ തലചതിക്കാനുള്ള മാർഗം എന്നാണെന്നറിയാവോ? അവിടെയോട്ട് എല്ലാം കൊണ്ട് ഇട്ട തല ഒളിച്ചിരിക്കുമ്പോൾ ഒരു വലിയ കല്ല് കൊണ്ട് ഇട്ട് അലങ്കരിക്കും. ഒരു പാമ്പിനെ കൊല്ലണമെങ്കിലേ ആ പാമ്പ് ഒളിച്ചിരിക്കുന്ന പൊത്തിനകത്തോട്ട് പുകയടിച്ച് കയറ്റണം. ചാടി വരുമ്പോൾ ഒരു കുത്തു വെച്ചു കൊടുക്കണം. എലിയെ പിടിക്കുന്നത് എങ്ങനെയാ? എലിയുടെയും പാമ്പിന്റെയൊക്കെ പൊത്തിനകത്തോട്ട് പുകയടിച്ച് കയറ്റി അതിനെ വിളിക്കി അടിക്കുമ്പോൾ അവനെ തല്ലിക്കൊല്ലാൻ സാധിക്കും. അപ്പൊ കർത്താവ് എങ്ങനെയാ പാവപ്പാമ്പിന് തലയതച്ചത്? മനുഷ്യാദ്യം മുഴുവൻ വഞ്ചിച്ചതിന് ശേഷം ആദാമിന്റെയും ഹവ്വയുടെയും തലയോട്ടിക്കകത്ത് അവൻ തലയൊളിച്ചു വെച്ചിരിക്കുന്ന കാലത്ത് കർത്താവ് കുരിശിക്കപ്പെടുവാനായിട്ട് അനേകർക്ക് അസൂയുണ്ടായി. കർത്താവിനെ കുരിശിക്കാനായിട്ട് കർത്താവിനെ കുരിശെ കിടത്തി 3 ആണി തറച്ച് കുരിശ് കൊണ്ട് ഇട്ടത് എവിടെയാണെന്നറിയാവോ? ഈ ആദാമിന്റെ അവിടെ തലയോട്ടിക്കാത്തോ തലയോടിടെ വന്ന സ്ഥലത്താണ് യേശുവിനെ കുരിശിച്ചത്. അപ്പൊ തല പോയോ? തല അറിഞ്ഞോ? അപ്പൊ അവനെ 3.5 കൊല്ലം മുമ്പ് തോൽപ്പിച്ചവൻ തോറ്റുപടി പോയി തല ഒളിച്ചു വെച്ചിരിക്കുന്ന എവിടാ? ആദാമിന്റെ അവയുടെ തലയോട്ടിക്കാം. അവിടെ തന്നെയാണ് കർത്താവിന് കുരിശ് കൊണ്ടിട്ടത്. ആ കുരിശിൽ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. അപ്പൊ കുരിശിന്റെ വെയിറ്റും കർത്താവിന്റെ വെയിറ്റും കൂടെ കൂടിയാൽ എത്ര കിലോ കാണും? ഒരു 200 കിലോ കാണുമെന്ന് വിചാരിച്ചു. അപ്പൊ കുരിശിന്റെ വെയിറ്റും കർത്താവിന്റെ വെയിറ്റും കൂടെ കൂടി ഇവരെല്ലാരും കൂടെ കൂടി പൊതുവെന്ന് കിട്ടു താഴോട്ട് ആ കുരിശ് കുഴിക്കാറുണ്ട്. അവിടെ ആരുണ്ടായിരുന്നു? പിശാചിന്റെ തല അവിടെ ഉണ്ടായിരുന്നു. തല അറിഞ്ഞോ? യേശുവിനെ കുരിശിച്ചത് യേശുവിനെ തോൽപ്പിക്കാനാണ്. ആ കർത്താവ് കടന്നു കൊടുത്തു. അവരെല്ലാം കൂടെ കൊണ്ട് ഇട്ടത് എങ്ങോട്ടാ? കുരിശ്. പിശാചിന്റെ തലയ്ക്കാതെ മുകളോട്ട് ഇട്ടപ്പോൾ ചതഞ്ഞു കിട്ടിയോ? പിശാച് എടുത്ത ആയുധം കൊണ്ട് തന്നെ അവന്റെ തല പോയി. ഇതുപോലെ നമുക്കെതിരായിട്ട് പിശാച് എന്നാ എടുത്താലും കയ്യിലും തേനും കൊണ്ട് ഉപജീവിച്ച് നന്മയാ തിന്മയെ ജയിക്കാനുള്ള തന്റെ ഇടം വാങ്ങിച്ചു കഴിയുമ്പോൾ അവൻ നമ്മുടെ അടുത്ത് വരും. അവനെ തോൽപ്പിക്കാനുള്ള അവസരം തരും. തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. ആ ഒളിച്ചെടുത്തിടത്ത് തന്നെ കുരിശും കൊണ്ടൊന്ന് വീണേച്ചാൽ മതി, അവൻ തല ചതഞ്ഞിരിക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പാവപ്പാമ്പിനെ ചതയ്ക്കാൻ എന്നാ ചെയ്യണം? കുരിശ് വേണം. കുരിശുണ്ടാക്കിക്കോട്ടെ. അമ്മായിമ്മ മരുമകൾക്കും മരുമളമ്മായ്മയ്ക്ക് കുരിശങ്ങോട്ട് പണിയട്ടെ. അവസാനം ആ കുരിശ് കൊണ്ട് തന്നെ അവനെ തകർക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കുരിശുണ്ടാക്കുന്ന അമ്മായിമ്മയും മരുമകളും ഉള്ളത് വലിയൊരു ഭാഗ്യമല്ലേ? ഒരു മാനസാന്തരപ്പെടണോ? ഇപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്നാ? ഉയർത്തെഴുന്നേറ്റിട്ട് മതിയില്ലേ? കർത്താവിന് കുരിശുണ്ടാക്കിയവരെല്ലാം മാനസാന്തരപ്പെട്ടിരുന്നേ കർത്താവിന് ഈ പിശാചിനെ തോൽപ്പിക്കാനൊക്കെ വരുന്നു. അപ്പൊ കർത്താവിനെ കുരിശിക്കാനായിട്ട് കുറെ പേര് അസൂയക്കാരായി ഉണ്ടായതുകൊണ്ടാണ് കർത്താവിന് പിശാചിനെ തോൽപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ എല്ലാ കാലത്തും എപ്പോഴും നമുക്കെതിരായി ശത്രുക്കൾ ഉണ്ടാകണം. അതാണ് ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെ വെറുക്കുന്നവർ അസൂയക്കാരായിരിക്കുന്നവർക്ക് കുരിശുണ്ടാക്കിക്കോളും. അവർ നമ്മളെ കുരിശെ കയറ്റിക്കോളും. പക്ഷെ അവർ കൊണ്ട് ഇടാൻ പോകുന്ന എവിടെയായിരിക്കും? പിശാചിന്റെ തലയിലോട്ടായിരിക്കും. അവനങ്ങനെ ചതഞ്ഞോളും. അങ്ങനെ എല്ലാ വീട്ടിലും, എല്ലാ പള്ളിയിലും, എല്ലാ ഓഫീസുകളിലും, എല്ലാ കുടുംബങ്ങളിലും, എല്ലാ ധ്യാനമന്ദിരങ്ങളിലും നമുക്കുണ്ടാകുന്ന കുരിശ് കൊണ്ട് തന്നെ അവനെ തോൽപ്പിക്കണം. ധ്യാനമന്ദിരത്തിന് ഒത്തിരി കുരിശുണ്ടായി. ധ്യാനമന്ദിരത്തിന് ആയിരക്കണക്കിന് പേര് ധ്യാനിച്ചൊരവസരം. അപ്പൊ അവിടുന്ന് ഇറങ്ങിപ്പോയ തിന്മ കയറിയിട്ട് ഇതിനെ മുടക്കിയ ഒരു കൂട്ടര്, ഇത് അനാശാസ്യമാണെന്ന് പറഞ്ഞൊരു കൂട്ടര്, ഇത് വേണ്ടാന്ന് പറഞ്ഞൊരു കൂട്ടര്, കൊല്ലം ഒത്തിരി അങ്ങ് പോയി. ഇവിടുത്തെ ധ്യാനം വേറെ വേറത്തേക്ക് പോയി, വേറെ സ്ഥലങ്ങളിലായി. ഇപ്പൊ അവനെടുത്ത ആയത് കൊണ്ട് അവൻ തോറ്റു. വീണ്ടും ഇവിടെ ധ്യാനം വന്നിരിക്കും. അപ്പൊ പിശാചിനെ തോൽപ്പിക്കാനൊക്കെ പോവും. പിശാച് നമ്മളെ തോൽപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആയുധം കൊണ്ട് തന്നെ പിശാചിനെ തോറ്റിരിക്കുക. ദൈവനാമം മഹത്വപ്പെടും. അപ്പൊ കുരിശിനെ പേടിക്കണോ? കുരിശുണ്ടാക്കുന്നവരെ പേടിക്കണോ? എന്താ ബ്രദറെ? കുരിശുണ്ടാക്കുന്നവരെ നീണങ്ങൾ പാടിട്ടില്ലേ? അവരെ അനുഗ്രഹിക്കുക. അവർ കുരിശുണ്ടാക്കിക്കൊണ്ട് നമുക്ക് ആ കുരിശ് കൊണ്ട് പിശാചിനെ തോൽപ്പിക്കാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് നന്ദി പറയാം. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. എപ്പോഴാണ് പിശാചിനെ തോൽപ്പിക്കാനുള്ള ആയുധം ദൈവം നമ്മുടെ തരുന്നത്? ദൈവരാജ്യത്തിന്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിൽ ക്രിസ്തുവിനെ സേവിക്കണം. റോമർ 14:17-18 വാക്യങ്ങൾ. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷം. ആ 3 അനുഭവത്തിൽ ക്രിസ്തുവിനെ സേവിക്കാമെങ്കിൽ മനുഷ്യർക്ക് കൊള്ളാവുന്ന ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുമ്പോൾ പിശാചെടുക്കുന്ന ആയുധം കൊണ്ട് തന്നെ
അവന്റെ തലയറിക്കാൻ സാധിക്കും. പിശാചെടുക്കുന്ന വാളുകൊണ്ട് തന്നെ അവന്റെ കഴുത്തറക്കാൻ. അതുകൊണ്ട് വല്ലതും പേടിക്കണോ? ആരെയും പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട. എന്ത് സംഭവിച്ചാൽ കർത്താവിനെ കൊണ്ട് കൊടുത്ത് കർത്താവിനെ സേവിച്ചാൽ മതി എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ മർമ്മം വലിയതാണ്. ഇത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ തൈരും നേരം കൊണ്ട് ഉപയോഗിച്ച് യേശുവിനെ നമുക്ക് 30 കൊല്ലം വളർത്തണം. 3.5 കൊല്ലം അവന്റെ പരസ്യരക്ഷയ്ക്ക് വിടണം. അത് കഴിഞ്ഞ് കുരിശുണ്ടാക്കാൻ ആള് വേണം. അവരുണ്ടാക്കുന്ന കുരിശെ തന്നെ നമ്മൾ കടന്നു കൊടുക്കണം. അവസാനം കുരിശിന്റെ തടിയും കുരിശയ്ക്ക് ചോരും കൂടെ കുഴിയിലോടെ വീണേച്ചാൽ മതി. പിശാചിന്റെ തല ചതഞ്ഞു കിട്ടും. ഇതിനാണ് ബുക്ക് ചെയ്യുന്നോ? ആണി ഉണ്ടാക്കുന്നവര്, തടി ഉണ്ടാക്കുന്നവരെ, കുരിശിക്കുന്നവരൊക്കെ വേണ്ടേ? അവർക്കൊക്കെ നല്ല വാശിയുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തു തരുള്ളൂ. എല്ലാവരും മാനസാന്തരപ്പെട്ടിരുന്ന കുരിശ് ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇല്ലാതെ പോയി, രക്ഷപ്പെടാനൊക്കാതെ പോയനെ. കൂലിക്ക് വല്ലവരെയും വിളിച്ച് കൊല്ലിക്കാൻ പോകും. അപ്പൊ അതുകൊണ്ട് കുരിശുണ്ടാക്കുന്നവർ നമുക്ക് ചെയ്യുന്ന വലിയ ഉപകാരമാണ്. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള 1-ാം ഞായറാഴ്ച ദൈവരാജ്യം ഞങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞ വചനം ഞങ്ങളിതാ ഓർക്കുന്നു. ദൈവരാജ്യം ഭക്ഷണവുമല്ല, പാനീയവുമല്ല, നീതിയും സമാധാനം പരിശുദ്ധാത്മാവിന്റെ സന്തോഷമാണ്. ആ സന്തോഷത്തിൽ ക്രിസ്തുവിനെ സേവിക്കാമെങ്കിൽ ഞങ്ങൾ മനുഷ്യർക്ക് കൊള്ളാവുന്ന ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമായി പിശാചെടുക്കുന്ന അതേ ആയുധം കൊണ്ട് തന്നെ അവന് തലചതയ്ക്കാൻ സാധിക്കും എന്നുള്ള ബോധത്തോടുകൂടെ ഞങ്ങൾ ക്ഷമയോടെ വിശ്വസ്തയോടെ ഞങ്ങൾ നിന്നിൽ ആശ്രയിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് സമാധാനമായി യേശുവിനെ ആസ്വദിച്ച് പിതാവിന്റെ കൂടെ മറഞ്ഞിരുന്ന് ഞങ്ങൾ തലയായ ക്രിസ്തുവിനോളം മറന്ന് യേശുവിനെ പോലെയായി യേശുവിനോടൊത്ത് ഞങ്ങൾ നന്മയാത്തിന്മയെ ജയിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റുവാനായിട്ട് തന്നെ. എഴുന്നേൽക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,